Hello, this is me, Sri Lakshmi, documenting my baby's Samskritis എഴുത്തിനടുത്ത് അറ്റ് മൂകാംബിക ടെമ്പിൾ ഓൺ 14th March 2024. അപ്പം നമ്മൾ ഒരു 2 മണിക്ക് തിരൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. തിരൂർ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. അപ്പോൾ ഇത് കുറച്ച് കാറിൽ കയറി കഴിഞ്ഞു അതിന് ശേഷമുള്ള കുറച്ച് ഷോ ഓഫ് സീൻസാണ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ വീട്ടിലോട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ അവിടെ നിന്ന് എൻ്റെ പാരൻസിനെ പിക്ക് ചെയ്തിട്ട് നമ്മളിപ്പം ബേപ്പൂർ ജങ്കാറ് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ആ ജങ്കാറ് വരുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രാത്രി പാതിരായ്ക്ക് 12:30 എങ്ങാണ്ടുമാണ് കൊല്ലൂരെത്തുന്നത്. അപ്പം കാണുന്ന സീനാണ്, വഴിയാണിത്. ഒരു വണ്ടിയില്ല, മനുഷ്യനുമില്ല. ലൈറ്റ് ഓഫ് ആക്കിയാൽ ഒന്നും കാണൂലായിരുന്നു. അങ്ങനെയായിരുന്നു. പിന്നെ നമ്മൾ റൂമെത്തി. നമ്മൾ അവിടെ തൊട്ടടുത്ത് തന്നെ ഉള്ള ഒരു ഹോട്ടലിലാണ് റൂം എടുത്തത്. നമ്മളപ്പോൾ ഇങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. സമയം ഇപ്പോൾ ടൈം 1 മണി. ഇത് നെക്സ്റ്റ് ഡേ നമ്മൾ എഴുത്തിനിരുത്താൻ വേണ്ടി രാവിലെ എണീറ്റ് 7 മണിക്ക് പോകുന്നതാണ്. അപ്പം കുളിച്ച് റെഡിയായി ഇങ്ങനെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് അമ്പലത്തിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ അമ്പലമായി. അങ്ങനെയാണ്, ഇതാണ് അമ്പലം. അപ്പോൾ നമ്മളവിടെ ചെരുപ്പൊക്കെ കൊടുത്തു സേഫായിട്ട്. പിന്നെ ഉള്ളിലോട്ട് കയറാൻ നിൽക്കുകയാണ്. ആൻഡ് ദിസ് ഇസ് ദ മൂകാംബിക ടെമ്പിൾ. അപ്പം അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് നമ്മൾ വീഡിയോ എടുക്കുകയാണ് സൂസീൻ്റെ. സംസ്കൃതി അക്ക സൂസി, AKA സൂസി, അങ്ങനെയാണ് നമ്മൾ ഇവിടെ വിളിക്കാറ്. പ്രത്യേകിച്ച് എക്സാം സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു. കണ്ടില്ല, നിങ്ങൾക്കിപ്പോൾ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് മറ്റേ എന്തോ ആരാധനയോ എന്തോ ഇങ്ങനെ നടയടച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യില്ലേ, അത് കഴിഞ്ഞ് അപ്പം തന്നെ കയറി. ആദ്യം തൊഴുതതിന് ശേഷമാണ് നമ്മൾ ഇതിവിടെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് ഈ മണ്ഡപത്തിൽ ഇരുന്നത്. ഇതും ഞാനും വിഷ്ണുവാണ്, വിഷ്ണു ഹസ്ബൻഡാണ്, പിന്നെ സൂസി. നമ്മളവിടെ എഴുത്തിനിരുത്താൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിലായിരുന്നു ശീവേലി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇതാ എഴുത്തിനിരുത്തുന്നത്. അപ്പം അവിടെയുള്ള ഒരു വോളണ്ടിയർ എന്ന് പറയാം, പൂജാരിയാണോന്ന് അറിയില്ല, അയാൾ ഇങ്ങനെ ഓരോന്ന് പറയും, ഓരോ നിർദ്ദേശങ്ങൾ അങ്ങനെ തരും. അതനുസരിച്ച് നമ്മളിങ്ങനെ കുട്ടീനെ ഇങ്ങനെ എഴുതിക്കുക. പിന്നെ എന്തൊക്കെയോ മന്ത്രങ്ങളൊക്കെ ആദ്യം പറഞ്ഞിരുന്നു. മന്ത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ശ്ലോകങ്ങൾ, അതൊക്കെ പറയാൻ പറയും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ എഴുത്തിനെഴുത്തുക. അത് മറ്റേ എന്തോ മഞ്ഞളിൻ്റെ ഇതൊക്കെ പോലെ സ്ലേറ്റ് പെൻസിൽ പോലെ പിടിച്ചിട്ട് അങ്ങനെ എഴുതിക്കുകയാണ് വേണ്ടത്. ഇവളാദ്യം കുറച്ചൊക്കെ എഴുതി, വലിയ സീനൊന്നുമില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ അരിയിൽ കളിക്കാൻ തുടങ്ങി. അങ്ങനെയായിരുന്നു. പക്ഷെ ഇത് പെട്ടെന്ന് തീർന്നു. വലിയ ഹെക്റ്റിക്കായിട്ടുള്ള ഇതൊന്നുമില്ല. നമ്മളവിടെ ഇരുന്ന് ചെയ്യായിരുന്നല്ലോ, വലിയ തിരക്കും ഇല്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ആ ടൈം നോക്കി പോയത് ഒന്നാമത് തിരക്കില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. തീരെ തിരക്കില്ലായിരുന്നു ആ സമയത്ത്. One, two, three, four, five. 1, 2, 3, 4, 5. ABCDE. Avignamastu. Avignamastu.
നമുക്ക് കിടക്കാനൊന്നും വയ്യ. ഞാനും അച്ഛനും അമ്മയും പിന്നെ വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയും മാത്രം കൂടി നമ്മൾ കുടജാദ്രി പോകാൻ വേണ്ടി തീരുമാനിച്ചു. എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജും ഇല്ലായിരുന്നു. ഞാൻ മാക്സിമം കുടജാദ്രി കവർ ചെയ്യാൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കുറച്ച് ജീപ്പിൽ ഓഫ് റോഡ് കുറച്ച് വരണം, അല്ല ആദ്യം ഓൺ റോഡ് വരണം. അതൊരു 1 hour ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഓഫ് റോഡും ഉണ്ട്, അതൊരു ½ an hour ഉണ്ട്. ഇത് വലിയ ഓഫ് റോഡല്ല, എന്നാലും അഡ്ജസ്റ്റബിൾ ആണ് ഓഫ് റോഡ്. അത് കഴിഞ്ഞാലാണ് ട്രക്കിങ് വരുന്നത്. അത് ആദ്യം കയറുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ബുദ്ധിമുട്ട് പോലെ തോന്നി. എങ്ങനെയാണ് ആ മേലെ എത്തിയതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതാ നിങ്ങൾക്കിപ്പോൾ കാണാം എങ്ങനെയായിരുന്നു പോകേണ്ട വഴി എന്നുള്ളത്. ആദ്യം ഫുള്ള് കുറച്ച് ഇങ്ങനത്തെ വഴിയാണ്, പിന്നെ അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ്, ഞാനാണെങ്കിൽ ഹൈ ഹീൽസുമാണ് ഇട്ടത്, അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. അതും നട്ടപ്പുതി വെയിലത്താണ് ഈ പോയത്. ഉച്ചയ്ക്ക് 12 മണി 12:30 ആയിട്ടുണ്ട്. ഒന്നും കഴിച്ചിട്ടില്ല. രാവിലത്തെ ഒരു മസാല ദോശ മാത്രം, ആ ഒരു എനർജിയിലാണ് പോയത്. ഇത് നമുക്ക് കാണാം. ഇത് ഇങ്ങനെ കാണുമ്പോൾ തോന്നുന്നു എത്താനായി. പക്ഷേ ഇത് കയറിയിട്ടും എത്തുന്നില്ലായിരുന്നു. അതായിരുന്നു അവസ്ഥ. അപ്പോഴേക്കും എൻ്റെ ബാറ്ററി ഡെഡ് ആവാൻ തുടങ്ങി. പക്ഷേ ഞാൻ മാക്സിമം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ ഒരു കല്ലായിരുന്നു അവിടെ ഉണ്ടായിരുന്നിരുന്നത്. ഇതൊരു പോയിൻ്റ് എത്തിയപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മൾ വൈകുന്നേരം പിന്നെ തിരിച്ചു വന്ന് കുടജാദ്രിയിൽ നിന്ന് തിരിച്ചു വന്ന് നേരെ മുരുഡേശ്വർ പോകാൻ നിൽക്കുമായിരുന്നു. അപ്പം ഇതാണ് മുരുഡേശ്വറിൻ്റെ എൻട്രൻസ്. നമ്മൾ ഏതായാലും ലേറ്റായിരുന്നു, കാരണം റൂമിൽ നിന്ന് ഇറങ്ങാൻ 5:30 അപ്പോൾ അവിടെ 7 മണിയോ 7:30 വരെ എന്തോണ് ദർശനമുള്ളൂ. പക്ഷേ മാക്സിമം സ്പീഡിൽ പോയപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്, കുറച്ച് സൺസെറ്റിന് കുറച്ച് മുന്നേ എത്തിയാൽ മതിയായിരുന്നു എന്ന്. കാരണം നമ്മൾ എത്തുമ്പോൾ ഇവിടെ ഇത്ര ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിൽ കയറി മേലെ എത്തിയപ്പോഴേക്കും ഫുൾ ഇരുട്ടായി. ജസ്റ്റ് നമ്മൾ ആ സൺസെറ്റിൻ്റെ ആ ടൈമിലാണ് എത്തിയത്. ആ കടലൊന്നും നമ്മൾ മുകളിലെത്തിയപ്പോഴേക്കും കടലിൻ്റെ അതൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. ഇപ്പം ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് പെട്ടെന്നാണ് ഇരുട്ടായത്. ജസ്റ്റ് കയറിയതേ ഉള്ളൂ. നമ്മൾ കയറുമ്പോൾ കുറച്ചൊരു ലൈറ്റ് ഉണ്ടായിരുന്നു, പിന്നെ പെട്ടെന്ന് ഇരുട്ടായി. അങ്ങനെ ഇത് പക്ഷേ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ മുരുഡേശ്വർ. അത് കുറച്ച് നമ്മൾ ടൈം ഒന്നുകൂടി ഒന്ന് സെറ്റാക്കണമായിരുന്നു, എന്നാൽ ഒന്നുകൂടി കുറേ നേരം സ്പെൻഡ് ചെയ്യാനുണ്ട് അവിടെ ടൈം. പക്ഷെ നമ്മൾ ആ കുടജാദ്രി പോയിട്ട് ക്ഷീണിച്ച് വന്ന്, അതുകൊണ്ടാണ് ഇവിടെ കയറാൻ ലേറ്റായത്. അതിനിടയ്ക്ക് കുടജാദ്രിയിൽ നിന്ന് നമ്മൾ
വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് അതൊക്കെ ലേറ്റ് ആയതാണ്. ഇത് അമ്പലമാണ്, മുരുടേശ്വര അമ്പലമാണ്. അതിൻ്റെ കുറച്ച് ഇങ്ങനെ ഫീച്ചേഴ്സൊക്കെ കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. ഇത് ഒരാളിവിടെ കാര്യമായിട്ട് അനുഗ്രഹം വാങ്ങിക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പം ഞാനത് കണ്ടപ്പോൾ ജസ്റ്റ് വീഡിയോ എടുത്തതാണ്. അവിടെ മണി ഉണ്ടല്ലോ. മേലെ മേലെ മണി. കാക്ക കറക്റ്റായിട്ട് അതാ, അത് ഡെയിലി വൃത്തിയാക്കുണ്ടാവും കേട്ടോ. എന്താ അതാ ആരാ അത്? അതാരാ? ഞാനിപ്പോഴുള്ളത് മുരുടേശ്വര അമ്പലത്തിലാണ്. ലോഗിൻ നമ്പർ 2 യൂട്യൂബ് ചാനൽ. ഇതാ ടോപ്പിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വ്യൂ ആണ്. ഇത് നല്ല അടിപൊളിയായേനെ നമ്മൾ കുറച്ച് മുന്നേ നേരത്തെ വന്നാൽ നല്ല അടിപൊളി കടൽ, സൺസെറ്റ് വ്യൂ നല്ല കാറ്റ് ഒക്കെ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി, അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും ഇരുട്ടത്ത് നമുക്ക് അത്യാവശ്യം ആസ്വദിക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇതാണ് ഫസ്റ്റ് ഡേ വ്ളോഗ്, ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഡേ വ്ളോഗ്. താങ്ക് യു.